നമ്മളുള്ളത് കുറച്ച് നാളുകളായിട്ട് വയനാടിന്റെ ടൂറിസ്റ്റ് മാപ്പിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ്. വയനാടിന്റെ തനതായ പൈതൃക സംസ്കാരത്തെ അടുത്തറിയാനും അതുപോലെ തന്നെ വയനാടിന്റെ വശ്യഭംഗി നമുക്ക് നേരിട്ട് ആസ്വദിക്കാനും ഒരുപോലെ കഴിയുന്ന ഒരു ലൊക്കേഷനാണിത്. എടുത്തോ ഇത് കാറ്റ് കൈവീശി നോക്ക്. നല്ല കാറ്റല്ലേ? ആദ്യം വന്ന വഴി ഇതിലേ പോടാം. ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് വയനാട് പൂക്കോടുള്ള എന്നൂർ എന്ന് പറയുന്ന പൈതൃക ഗ്രാമത്തിലാണ് ഉള്ളത്. ഒരു അടിപൊളി ലൊക്കേഷനാണിത്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ ഒരു പൈതൃക ഗ്രാമം ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ഒരു കുന്നിന്റെ മേളിൽ കയറിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കോട്, ലക്കിടി, വൈത്തിരി പോലുള്ള ഗ്രാമങ്ങളും അവിടെയുള്ള സ്ഥലങ്ങളും മൊത്തം നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. പിന്നെ ചുറ്റും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സെന്റർ, നല്ല ഹൈറ്റിൽ നിൽക്കുന്ന ഒരു കുന്നാണ്. ചുറ്റുഭാഗവും നമുക്ക് തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ ഗ്രീനറിയും അതുപോലെ തന്നെ വയനാടിന്റെ മലനിരകളൊക്കെ നമുക്ക് ഇവിടുന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. മെയിൻ ആയിട്ട് ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ആ ഒരു പൈതൃക രീതിയിലുള്ള കുടിലുകളും മണ്ണുകൊണ്ടുണ്ടാക്കിയ നിർമ്മിതികള്, വൈക്കോല് മേഞ്ഞ വീടുകള്, ഇതൊക്കെ നമുക്ക് കാണാനും അതൊക്കെ പഴയ കാലത്തെ ആ ഒരു രീതികളൊക്കെ പഠിക്കാനൊക്കെ ഒരു അവസരമാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് ആളുകളാണ് നിരന്തരം ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. വായോ. നീ നോക്കട്ടെ. അവിടുന്ന് നമ്മൾ വന്നത്. ഓക്കേ, ഇങ്ങനെ ആ റോട്ടിൽ കൂടെ ചുറ്റിയാ നമ്മൾ വന്നതല്ലേ? ആ, നമ്മൾ വന്നപ്പോ കണ്ടതല്ലേ? സൂപ്പർ അല്ലേ? ഇവിടെ നല്ലൊരു അടിപൊളി ഒരു ഓപ്പൺ സ്റ്റേജ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പൈതൃകത്തിന്റെ ഒക്കെ തനതായ രീതിയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണ് കൊണ്ട് തേച്ചുണ്ടാക്കിയതുപോലെ ഒരു പ്രതീതി തോന്നുന്ന മതിലുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആക്കി കുറച്ച് മുളയൊക്കെ വെച്ചിട്ട് അതിലിങ്ങനെ കളറുള്ള റിബണുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത്യാവശ്യം കുറച്ച് ആളുകൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ സ്റ്റേജ് ആണിത്. പിന്നെ രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ മതിലിന്റെ മേളിൽ കൂടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം മൊത്തമായിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. കണ്ടത് ആ സ്റ്റേജിന്റെ വരുന്ന പോർഷനാണ്. ഇവിടെ ഇങ്ങനെ എന്നൂർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം കുറച്ചിങ്ങനെ ഗ്രാസ് ഏരിയ ഒക്കെ ഉള്ളത് കൊണ്ട്, കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ചന്തു ഇങ്ങനെ ഓടി ബഗിൽ പിടിച്ച് കളിക്കുന്നുണ്ട്. ഇതിന്റെ മേലെ കൂടെ കുറെ ഓടുന്നുണ്ട്. ഫോട്ടോക്കെ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. ഇങ്ങനെ കുറച്ച് തട്ടായിട്ട് കുറച്ചധികം സ്റ്റെപ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് അവിടെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതിന്റെ ബാക്കിൽ നമ്മൾ കാണുന്നത് ഒരു ഷോപ്പാണ്.
ഇവിടുത്തെ തനതായ പൈതൃക സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഷോപ്പാണത്. ഒരുപാട് ആളുകൾ വന്നിട്ട് ഇതൊന്നും അധികം ഫെമിലിയർ അല്ലാത്ത ആൾക്കാരൊക്കെ വന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അതിൻ്റെ അങ്ങ് ദൂരത്തായിട്ട് നമ്മൾ കാണുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കുടിലുകളൊക്കെ, മൺകുടിലുകളൊക്കെ. നമുക്കപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പുറത്ത് കൂടെ കറങ്ങിപ്പോണം. അവിടെ ചെന്നിട്ട് നമ്മൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവിടുത്തെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇവിടെയുള്ള ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കുന്നിന്റെയും അതിങ്ങനെ ആകാശത്തോട് ചേർന്ന് വരുന്ന ആ ഒരു വ്യൂ ഒക്കെയാണ്. ഇന്നാണെങ്കിൽ ഇപ്പൊ നല്ല ആകാശമൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇപ്പൊ നമുക്ക് നല്ല വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്, നല്ലൊരു കാറ്റുമാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഫീലാണ്. നല്ല തണുത്ത കാറ്റ് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, നല്ല കുന്നിന്റെ മേളിലായതുകൊണ്ട്. പിന്നെ അങ്ങ് ദൂരെ നമുക്ക് കാണാം, നമ്മൾ തുടക്കത്തിൽ കയറി വന്ന ആ ഒരു സമയത്തൊക്കെ അവിടെ കുറെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് മൺകുടിലുകളും പിന്നെ ആ ഒരു ഫീലുള്ള സ്ട്രക്ചറൊക്കെ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കുറേയൊക്കെ മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് കുറച്ച് വിയർ ആൻഡ് ടിയർ ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഈ മഴ സീസണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ഇവർ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ പുതിയ ബിൽഡിങ്ങുകളും പുതിയ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോവുക, ചാടി ഇറങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചന്തുവിന് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടിവിറ്റിയാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആശാനെ എടുക്കുകയും വേണ്ട, ഒന്നും വേണ്ട, ആള് തന്നെ ഫുൾ എക്സ്പ്ലോർ ചെയ്തങ്ങ് നടന്നോളും. അപ്പം ഇവിടെ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര പോരെ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ചാടി നടക്കുന്നുണ്ടായിരുന്നു കുറേ ദൂരം. പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ ഈ ലാറ്ററൈറ്റ് സ്റ്റോണിന്റെ പിന്നെ പേവിങ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ മതിലൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല അങ്ങനെ. അപ്പം നടന്നു പോകാനൊക്കെ കുട്ടികൾക്കാണെങ്കിലും അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. കുറച്ച് ഇത്തിരി ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 400 മീറ്ററോളം ഉണ്ട് ഇങ്ങനെ ഏരിയയിൽ ഇങ്ങനെ വൈഡായിട്ട് കിടക്കുന്നത്. അപ്പം അത്രയും നമ്മളിങ്ങനെ നടക്കണം ഇതൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ചന്തു ഈ സ്റ്റെപ്പിൽ കൂടെ കയറിപ്പോ. ഇവിടെ ഇതിനകത്താണെങ്കിൽ ഒരു തനതായ അമ്പെയ്ത്ത് കേന്ദ്രമൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പഴയകാല നമ്മുടെ അമ്പെയ്ത് ചെയ്തിരുന്ന ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഏരിയ ആണിത്. അപ്പൊ ഇവിടെ പഴയ അമ്പും വില്ലും ഒക്കെ ഇവിടെ ഉണ്ട് ഒരുപാട്. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ അറ്റത്ത്, ഇത് ഒറിജിനൽ സംഭവമാണ്. അറ്റത്ത് ഇങ്ങനെ ഒരു തൂവലിന്റെ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ട് മെറ്റലിന്റെ ഒരു പോർഷനൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഹമ്പിന്റെ ഏറ്റവും ടിപ്പിലാണെങ്കിൽ വന്നിട്ട് മെറ്റൽ പോർഷനൊക്കെ.
ഇത്രയും എടുത്തിട്ട് കൈ ഇവിടെ നോക്കാം. ആ ഓ അങ്ങനെ. അങ്ങനെ തന്നെ വെച്ചു ഷോൾഡർ കൊടുത്തിരിച്ചു. ഷോൾഡർ വന്നിട്ട് കുറച്ച് ചന്തു പോലെ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ പ്രത്യേക രീതിയിലൊക്കെ പിടിച്ച് വിരലൊക്കെ ആ പൊസിഷനിൽ വെച്ചാലേ കറക്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, വാ നമുക്ക് പോവാം. നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. ഇവിടുത്തെ മറ്റൊരു പ്രധാന സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഗോത്ര ആചാരപ്രകാരമുള്ള ചില നൃത്തങ്ങളും സംഗീതവും ഒക്കെ കാണികൾക്ക് വേണ്ടിയിട്ട് ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും തന്നെ ഉണ്ടാവും. ഇത്തരത്തിലാണ് ഇവിടെ തനതായ ഓരോ മൺകുടിലുകൾ ഇവര് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ മുത്തങ്ങ ആ ഭാഗങ്ങളിലൊക്കെ പണ്ടൊക്കെ പിന്നെ ഓരോ മൺകുടിലെ ഇത്തരത്തിലുള്ള വീടുകളൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്കിത് അത്ര വലിയ കൗതുകമൊന്നും ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ മറ്റു പലർക്കും ഇത് ഭയങ്കര ക്യൂരിയോസിറ്റിയോടെ ആളുകൾ നോക്കി കാണുന്നുണ്ട്. പക്ഷെ ഇത് എക്സാക്റ്റ് പണ്ട് കാലത്തെ പൈതൃക അല്ലെങ്കിൽ പരമ്പരാഗതമായ മൺകുടിലുകളാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എക്സാക്റ്റ് അങ്ങനെയല്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു ഫീല് കിട്ടും. കാരണം ഇപ്പോൾ ഇതിൻ്റെ തറയും പിന്നെ മുറ്റമൊക്കെ പേവിങ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ലാറ്ററൈറ്റ് സ്റ്റോണൊക്കെ വെച്ചിട്ട് പേവിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ തറയൊക്കെ ആണെങ്കിലും കോൺക്രീറ്റ് തറയാണ്. മരത്തിൻ്റെ കുറേ പിന്നെ ജനല് വാതിലുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ കുടിലിൻ്റെ ഉള്ളിലായിട്ട് ഇവർ ചെറിയ എക്സിബിഷൻ പോലെ കുറച്ച് പഴയകാല ഫോട്ടോസ്, ആർട്ട് ഗ്യാലറികൾ, പിന്നെ പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ പരമ്പരാഗതമായിട്ട് ചില ഗോത്ര സമൂഹങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ സാധാ കർഷകരൊക്കെ ഉപയോഗിച്ചിരുന്ന കലപ്പയും കുറേ തൊപ്പിയും കൂടയും പിന്നെ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വലയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. എന്താ അത്? ആ, അതാണ് മീൻ പിടിക്കുന്ന വല. അതുപോലെ തന്നെ ഇത് ചന്തുവിന് ഓർമ്മയുണ്ടോ? ഈ സാധനം എന്താന്ന്? നമ്മൾ പണ്ട് തിരുനെല്ലി പോയില്ലേ, അത് എവിടെ തൂക്കി വെച്ചിരിക്കുന്ന ഈ സാധനം? കൂടാ. ഇതില്ലേ നമ്മൾ പണ്ട് തിരുനെല്ലി പോയപ്പോ അവിടുന്ന് ആൾക്കാർ കൂട വെച്ച് മീൻ പിടിക്കുന്നുണ്ടായിരുന്നില്ലേ? ആ കൂടയാണത്. ഇതൊക്കെ പിന്നെ പരമ്പും കൊണ്ടുണ്ടാക്കിയ കൊട്ട, വട്ടി, അങ്ങനെയുള്ള ഓരോരോ സാധനങ്ങളാണത്. പിന്നെ ആളുകൾ നെൽകൃഷി ചെയ്യുന്നതും ഞാറ് നടുന്നതും അങ്ങനെയൊക്കെ അതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങനെയാണ് ഓരോ കുടിലും ഇവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വാതിലൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. ഇങ്ങനെ മരത്തിൽ ചെയ്തിട്ട് അതിന് മേളിൽ ഇങ്ങനെ മുളേന്റെ ഒക്കെ ഒരു ചെറിയ പാനലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂഫൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പരമ്പിലൊക്കെ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മോഡേൺ രീതിയിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പക്ഷെ ഇതിനെയൊക്കെ നമുക്കൊന്ന് അടുത്തറിയാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം തന്നെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്കപ്പോൾ ഇതുപോലെയുള്ള മറ്റു കുടിലുകളൊക്കെ ഒന്ന് പോയി കാണാം.
മൺകുടിൽ നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ കാണുന്നത്, തൊട്ട് മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇവരുടെ തനതായ കുറച്ച് പിന്നെ കലാരൂപങ്ങളൊക്കെ ഇവിടെ ഇപ്പം അവർ ഒരു ആർട്ട് ഫോം അവർ പെർഫോം ചെയ്തല്ലോ, അതുപോലെ കുറച്ച് ആചാരങ്ങളുടെയും അതുപോലെ തന്നെ ചില ആർട്ട് ഫോമുകളുടെയും അതുപോലെ തന്നെ തെയ്യം അതിൻ്റെയൊക്കെ പഴയകാല രൂപങ്ങൾ, പിന്നെ ചില ഉത്സവ ആചാരങ്ങൾ, അതേപോലെ തന്നെ ചില ഉപകരണങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഫോട്ടോസ് എല്ലാം കൂടുതലായിട്ട് ഇവരിവിടെ ഷെയർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിൽ കുറേ ആചാരങ്ങൾ തന്നെയാണ്, പഴയകാല ആചാരങ്ങളും ആർട്ട് ഫോമിൻ്റെയൊക്കെ തെയ്യത്തിനോടൊക്കെ സാമ്യമുള്ള കുറച്ച് രൂപങ്ങൾ, പിന്നെ കുറേ കലാരൂപങ്ങൾ വേറെയുണ്ട് അങ്ങനെയൊക്കെയുള്ള, അതുപോലെ തന്നെ കുറച്ച് ആചാരങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഒരു കുറേ പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു, ഒരു ഓലക്കുടയുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോ എന്താണെന്നറിയോ? അത് തെയ്യത്തിന്റെ ഫോട്ടോയാണ്. അതിന് നിനക്ക് പേടിയാ? മുറിക്കൂന്നോ തെയ്യം? എങ്ങനെ? അതെന്താ തെയ്യത്തിന് എന്താ നിനക്ക് പേടി? ആ കത്തി കണ്ടോ, തെയ്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ആകാരുടെ മുറിക്കണേ. തെയ്യങ്ങൾ അങ്ങനെ ആൾക്കാരെ മുറിക്കൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും കത്തി? കത്തിയോ? കത്തി ഒരു സേഫ്റ്റിക്കാ. തെയ്യങ്ങൾ ആൾക്കാരെ മുറിക്കൊന്നുമില്ല കേട്ടോ. കുറേയൊക്കെ കുടിലുകൾ ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഇപ്പൊ മഴക്കാലത്തിന്റെ ഒക്കെ ഒരു സീസൺ കഴിയാനായപ്പോഴത്തേക്ക് ഏകദേശം വിയർ ആൻഡ് ടിയർ ഒക്കെ സംഭവിച്ചിട്ട് മേൽക്കൂരകളൊക്കെ ഫുൾ ഏകദേശം നശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞത് ഏകദേശം ഇത് പുല്ലുകൊണ്ട് മേഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മേൽക്കൂരയൊക്കെ ഒരു 1 ഇയർ മാക്സിമം ഇവർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഇപ്പം പുതിയ മേൽക്കൂര ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ വർക്കൊക്കെ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അത് ഏകദേശം ഈ ഒരു പരിസരത്ത് തന്നെ കുറെ പുല്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടാണ് മേഞ്ഞെടുക്കുന്നത്. ഈ ഒരു മൺകുടിലില് ഇവര് അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വളരെ ഡിഫറെന്റ് ആണ്. കാരണം പഴയകാല കുറെ ഗോത്ര സമൂഹത്തിലെ ആളുകൾ, സ്ത്രീകളൊക്കെ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിലെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഏരിയ ആയിരുന്നു ഇത്. കാരണം നമ്മൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ കൗതുകത്തോടെ നമ്മൾ കണ്ടിരുന്ന ഒരു കാര്യമാണ് പണ്ട് കാലത്തുള്ള ഈ കാതിലെ ചില കമ്മലുകളൊക്കെ. ഗൈസ്, അപ്പം നമ്മളിങ്ങനെ കുടിലുകളൊക്കെ കണ്ട് നടന്ന് ഒരു ലൊക്കേഷനിലെത്തി. അത്യാവശ്യം നമുക്കിങ്ങനെ ഇരുന്ന് വിശ്രമിക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയ ഉണ്ടായിരുന്നു അവിടെ.
അപ്പോൾ അവിടെ എത്തി നമ്മൾ ഇരുന്ന സമയത്ത് നല്ലൊരു മഴ അങ്ങ് പെയ്തു. വലിയ കാര്യമായിട്ടല്ലെങ്കിൽ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് മഴയൊക്കെ ആസ്വദിക്കാനൊക്കെ നല്ല ഭംഗിയാണ്, നല്ലൊരു ആംബിയൻസ് ആണ്. പക്ഷെ നമ്മൾ പെട്ടുപോയി. നമുക്ക് ഇവിടുന്ന് 1-2 ലൊക്കേഷനൊക്കെ പോകാനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഏകദേശം പെട്ട അവസ്ഥയാണ്. ഇനിയിപ്പോൾ മഴ കുറയുമോയെന്ന് ഇവിടെ ഇരുന്നിട്ട് നോക്കാം. അപ്പോൾ ചന്തുവിനെ പാർക്കിൽ കൊണ്ടുപോകാനൊക്കെ നമ്മൾ പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചന്തുദാ ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടത്തിൽ ഓടുന്നുണ്ട്. ചന്തുവിന് ഈ അരപ്രൈസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചന്തു പറയുന്നത് അവിടെ കിടന്ന് ഉറങ്ങാനൊക്കെ പറ്റുന്ന. ചന്തു, പണ്ടത്തെ വീടുകളിലൊക്കെ ഇതുപോലെ അരപ്രൈസ് ഉണ്ടായിരുന്നടാ. അന്നേരം ആ വീടൊന്നും ഇങ്ങനെ ഫുള്ള് അടച്ചിടൂല, തിന്നേന്റെ അവിടെ ഒരു അരപ്രൈസ് ഉണ്ടാവും. അപ്പൊ ആൾക്കാർക്ക് പുറത്ത് റോട്ടിൽ കൂടെ പോകുന്നവരെയൊക്കെ കാണാം, ഇങ്ങനെ പോയി ഇരിക്കാം, ചായയൊക്കെ കുടിക്കാം അവിടെ ഇരുന്നിട്ട്. നല്ല രസമല്ലേ? ഉള്ളിലൊന്നും ബെഡില്ലെങ്കിൽ ചെറിയൊരു മഴ അങ്ങ് പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു ലൊക്കേഷന്റെ ആംബിയൻസ് മൊത്തത്തിൽ അങ്ങ് ചേഞ്ച് ആയിട്ടോ. ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കോടയൊക്കെ കയറി വരുന്നുണ്ട്. അങ്ങനെ നല്ല ഒരു വേറൊരു മൂഡിലേക്ക് വന്നു. പക്ഷെ കുന്നിന്റെ മേലെ ആയത് കാരണം മഴ കൊള്ളുന്നത്, കുറച്ച് കാറ്റൊക്കെ ആയത് കാരണം നല്ല അത്യാവശ്യം ഹെവിയാണ്.